നമസ്കാരം. നേരുമംഗലം കൈരളി വായനശാല റിപ്പബ്ലിക് ദിനാഘോഷം നടത്തി. വായനശാല സെക്രട്ടറി വി ശിവകുമാർ ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു. വായനശാല പ്രസിഡന്റ് ശ്രീമതി പൊന്നമ്മ ടീച്ചർ ദേശീയ പതാക ഉയർത്തി. AR ദിവാകരൻ സർ റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി. അഗ്രിമ നവീൻ ചടങ്ങിൽ ദേശഭക്തി ഗാനം അവതരിപ്പിച്ചു. റിപ്പബ്ലിക് ദിനത്തെക്കുറിച്ച് പലരും കേട്ടിട്ടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ കൂടി പറയാം. മിക്കവാറും പേരൊക്കെ കേട്ടിട്ടുണ്ടാവും, എന്നാലും ആരെങ്കിലും കേട്ടിട്ടില്ലാത്ത കാര്യങ്ങൾ ഉണ്ടാവും എന്നുള്ള കാരണം പറയുന്നു. എന്നാ റിപ്പബ്ലിക് ദിനം? ആദ്യത്തെ റിപ്പബ്ലിക് ദിനം എന്നായിരുന്നു? ഭരണഘടന പ്രകാരം ആ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 1949 ഡിസംബർ 26 ഭരണഘടനയുടെ ബെഞ്ച് കൂടി അതിൽ പ്രധാനപ്പെട്ട വ്യക്തികൾ, പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും ഉൾപ്പെടെ എല്ലാവരും അതിൽ ഒപ്പുവെച്ചു. പക്ഷേ അന്ന് അത് നിലവിൽ വന്നില്ല. നിലവിൽ വരുന്നത് ജനുവരി 26 മതി എന്ന് തീരുമാനിച്ചു. അതിനെന്താ കാരണം അറിയാമോ? അതിന് 20 വർഷം മുമ്പ് ജവഹർലാൽ നെഹ്റു പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചു. അത് 2 ഘട്ടമായിട്ടാണ്, 2 അല്ല 3 ഘട്ടം എന്ന് വേണമെങ്കിൽ പറയാം. 1927 ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണ് എന്ന് പ്രഖ്യാപിച്ചു. പൂർണ്ണ സ്വരാജ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ യാതൊരു അവകാശവുമില്ല, അവരുമായിട്ട് ഞങ്ങൾക്കൊരു ബന്ധവുമില്ല, ഞങ്ങൾക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം, അവരുമായിട്ട് ബന്ധമില്ലാതെ വിട്ടു തരണം എന്ന് ജവഹർലാൽ നെഹ്റു പ്രഖ്യാപിച്ചു. നിർഭാഗ്യവശാൽ നമ്മുടെ രാഷ്ട്രപതിക്ക് അതിനോട് പൂർണ്ണമായി യോജിക്കാൻ കഴിയും.